10 റൗണ്ട് നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ഞാനത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തു. ഇനി വേറെ നൂല് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിനെ നൂല് ഇങ്ങനെ കൈമ വെച്ച് ആദ്യത്തെ ആ ഹുക്കിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഇതാ ഇടുന്നു. ഇനി ഒരു 3 ചെയിൻ ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. സെക്യൂറായി. ഇനി ബാക്കി വരുന്ന 2 നൂലും കൂടിയിട്ടൊന്ന് കെട്ടി വെച്ചെടുക്കും. ബാക്കി എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കൊടുക്കുക. 3 ചെയിൻ ഇട്ടു. ഇനി 5 റൗണ്ടിൽ ഡബിൾ ക്രോഷ്യ കേട്ടോ. yarn over ചെയ്യുക. സെയിം ഹുക്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. yarn over ചെയ്യുക. ഒരു നൂല് വലിക്കുക. yarn over ചെയ്യുക. 2 നൂല് വലിക്കുക. yarn over ചെയ്യുക. 2 നൂല് വലിക്കുക. ഇതേപോലെ എല്ലാത്തിലും ഇതന്നെ yarn over ചെയ്ത് അടുത്ത ചെയിൻ yarn over ചെയ്യുക. ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് തിരിച്ച് വലിച്ചു. yarn over ചെയ്ത് ഒരെണ്ണം കളഞ്ഞു. yarn over ചെയ്ത് 2 കളഞ്ഞു. yarn over ചെയ്ത് 2 കളഞ്ഞു. yarn over ചെയ്ത് ഇതേപോലെ ഈ റൗണ്ട് മൊത്തം ചെയ്യാം കേട്ടോ. ഇപ്പോൾ 2 റൗണ്ടാണ് ഞാൻ ചെയ്താക്കുന്നത് ഈ ഡബിൾ ക്രോഷ്യയുടെ. ഇതേപോലെ തന്നെ 3 റൗണ്ടിൽ ഇനിയും ചെയ്യാം കേട്ടോ. ഇനി 3 റൗണ്ട് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വെച്ചിട്ടാണ് സ്കിപ്പ് ചെയ്തിട്ട് കാണിക്കുന്നത്. ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യണത്. 3 റൗണ്ടും ഡബിൾ ക്രോഷ്യ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതേപോലെ 3 റൗണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. ഇപ്പോൾ അത് നമ്മൾ 3 റൗണ്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി ഇതാ 3 ചെയിൻ ഇട്ടു. yarn over ചെയ്ത് ആദ്യം ആ സെയിം നൂലിൽ തന്നെ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യണ്ട കേട്ടോ. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. yarn over ചെയ്യുക. നെക്സ്റ്റ് ചെയിനിൽ 2 റൗണ്ട് കൂടി ടോട്ടൽ 5 റൗണ്ടാണ് നമ്മൾ ഇതേ മെത്തേഡ് തന്നെ ചെയ്യേണ്ടത് കേട്ടോ. ചെറിയ രീതിയിൽ ഇവിടുന്ന് വളഞ്ഞു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് ശരിയാക്കേണ്ടതാണ്. അത് ജോയിൻ്റ് ആക്കും. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും നല്ലോണം വളയാൻ പാടില്ല. കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. കട്ട് ചെയ്താൽ നമ്മൾ ചെയ്ത ഇതൊക്കെ പുറത്തേക്ക് പോരും.
ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് 2 റൗണ്ട് കൊണ്ടും ചെയ്യാട്ടോ. അതിന് ശേഷം ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ നമ്മൾ 5 റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടാണ്. ഇനി അടുത്ത റൗണ്ടിൽ വീണ്ടും 3 ചെയിൻ ഇടുക. ഇനി അടുത്ത 5 റൗണ്ട് ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്നത്. ആദ്യം വീണ്ടും 3 ചെയിൻ, ആദ്യത്തെ ചെയിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, ചെയ്തില്ലേ? അതിന് ശേഷം ഒരു ചെയിൻ സ്കിപ്പ്, നെക്സ്റ്റ് ചെയിനിൽ വീണ്ടും ഒരു 2 ഡബിൾ ക്രോഷ്യാണ് ഇനി ചെയ്യേണ്ടത്. 1, രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ, വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ്, നെക്സ്റ്റ് ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ, 1, 2 ഡബിൾ ക്രോഷ്യ, യാൺ ഓവർ ചെയ്യുക, തിരിച്ച് വലിച്ചെടുക്കുക, യാൺ ഓവർ 1 നൂല് കളയുക, യാൺ ഓവർ 2 നൂല് കളയുക, യാൺ ഓവർ 2 നൂല് കളയുക. കണ്ടില്ലേ? ഇതേപോലെ തന്നെ വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ്, നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക്, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിച്ചെടുത്തു. ഇതാ രണ്ടെണ്ണം ചെയ്തില്ലേ? ഇത് കണ്ടില്ലേ? ഓരോ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് വേണം ഇതാക്കാൻ. ചെറിയൊരു ഹോള് പോലെ കണ്ട. ഇതേപോലെ 5 റൗണ്ടിൽ ഇനിയും ചെയ്യാം കേട്ടോ. 5 റൗണ്ട് കഴിഞ്ഞിട്ട് ഇനി ഞാൻ കാണിക്കാം. ഒരു റൗണ്ടാണ്, 5 റൗണ്ടിൽ ഒരു റൗണ്ടാണ് കഴിഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ റൗണ്ടിലേക്ക് ഇത് വീണ്ടും 3 ചെയിൻ ഇട്ടു. സെയിം ആ ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. യാൺ ഓവർ 2 കളയുക, യാൺ ഓവർ 2 കളയുക, ഒരു ചെയിൻ സ്കിപ്പ്, അടുത്ത ചെയിനിൽ വീണ്ടും 2 ഡബിൾ ക്രോഷ്യാണ് വേണ്ടത്. യാൺ ഓവർ 1 കളഞ്ഞു, യാൺ ഓവർ 2 കളഞ്ഞു, യാൺ ഓവർ 2 കളഞ്ഞു. യാൺ ഓവർ വീണ്ടും സെയിം അതിൻ്റെ ഉള്ളിൽ കണ്ട. വീണ്ടും ചെയിൻ സ്കിപ്പ് ചെയ്യുക, വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ്, വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ, യാൺ ഓവർ 1 നൂല് കളയുക, യാൺ ഓവർ 2 നൂല് കളയുക, യാൺ ഓവർ 2 നൂല്, യാൺ ഓവർ ചെയ്യുക. ഇത് ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക, യാൺ ഓവർ 1 നൂല് കളയുക, യാൺ ഓവർ 2 നൂല് കളയുക, യാൺ ഓവർ 2 നൂല് കളയുക. ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ റൗണ്ട് മൊത്തം ചെയ്യട്ടോ. അപ്പോൾ അതാ 16ാമത്തെ റൗണ്ട് ലാസ്റ്റായിട്ടാണ്. ലാസ്റ്റ് ആകുമ്പോൾ കണ്ടില്ലേ ചെയിൻ സ്കിപ്പ് ചെയ്യാല്ലേ? ഈ ഒരു ചെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ചെയിനിൻ്റെ ഉള്ളിൽ യാൺ ഓവർ ചെയ്യുക, 1 നൂല് വലിക്കുക, യാൺ ഓവർ ചെയ്യുക, 2 നൂല് വലിക്കുക, യാൺ ഓവർ ചെയ്യുക, 2 നൂല് വലിക്കുക. എന്താ കണ്ട? ഒരെണ്ണം ചെയ്തപ്പോഴേക്കും ഈ ഒരു ഭാഗം സ്ട്രെയിറ്റ് ആയില്ലേ? അപ്പോൾ അത് എത്ര മതി, ഒരെണ്ണം ചെയ്താൽ മതി. വീണ്ടും 3 ചെയിന്, 3 ചെയിനിട്ടില്ലേ? ഇനി നമ്മൾ വർക്കൊന്നും ഇങ്ങോട്ട് ടേൺ ചെയ്യാണ്. 16 കഴിഞ്ഞു. നമ്മൾ 17ാമത്തെ റൗണ്ടാണ്. സെയിം ആ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ യാൺ ഓവർ ചെയ്യുക,
yarn over ചെയ്ത് ഒരെണ്ണം വലിക്കുക, yarn over ചെയ്ത് 2, yarn over ചെയ്ത് 2 ക്ലിയർ. ഒരെണ്ണം കഴിഞ്ഞു. വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ്, നെക്സ്റ്റ് ചെയിനിൽ വീണ്ടും അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതേപോലെ 20 റൗണ്ട് ചെയ്യാം കേട്ടോ. 20 റൗണ്ട് തന്നെ 20ാമത്തെ റൗണ്ട് വരെ ചെയ്യാം. അതിന് ശേഷം ഞാൻ ഈ വീഡിയോ കാണിക്കുള്ളൂ. ഇതേപോലെ തന്നെയാണ് കേട്ടോ, മെത്തേഡൊന്നും മാറ്റില്ല. ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. 20 റൗണ്ട് നമ്മുടെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കട്ട് ചെയ്തിട്ട് ആ നൂല് ഇതിൻ്റെ ഉള്ളിലേക്ക് സേഫ്റ്റി ചെയ്ത് വെച്ചു. ഇനി നമ്മൾ സെയിം മറ്റേ നൂല് തന്നെ എടുക്കുകയാണ്. ആദ്യം എടുത്ത നൂല് ആദ്യതാ നമ്മൾ ഹുക്കിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ആ ചെയിനിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇട്ടിട്ട്, ഇത് വേറൊരു ടൈപ്പാണ്. നമ്മൾ നോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ആ നോട്ട് ഇങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ഇത് ഈ ഹുക്കിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വെച്ചിട്ട് ഉള്ളിലേക്കൊന്ന് വലിക്കുക. കുറച്ച് വലിച്ചാൽ മതി കേട്ടോ. കണ്ടില്ലേ, ഇനി ഇവിടെ നിന്ന് 3 ചെയിൻ ഇട്ടാൽ 3 ചെയിൻ ഇട്ടു. ഇനി നമ്മൾ ടേൺ ചെയ്തു. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ചെയ്തത് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തുള്ളതാണ്. ഇനി നമുക്ക് 10 റൗണ്ട് വീണ്ടും ഫുൾ ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. yarn over ചെയ്യുക, നെക്സ്റ്റ് ചെയിനിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, yarn over ചെയ്ത് തിരിച്ച് വലിക്കുക, yarn over 2 നൂല് ഒരു നൂല് വലിക്കുക, yarn over 2 നൂല് വലിക്കുക, yarn over 2 നൂല് വലിക്കുക, yarn over ചെയ്യുക, നെക്സ്റ്റ് ചെയിനിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, yarn over ചെയ്ത് വലിക്കുക, yarn over 1 നൂല് വലിക്കുക, 2 നൂല് വലിക്കുക, 2 നൂല് വലിക്കുക, yarn over ചെയ്യുക, നെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, yarn over ചെയ്യുക, 1 നൂല് വലിക്കുക, yarn over 2 നൂല് വലിക്കുക, yarn over 2 നൂല് വലിക്കുക. ഇങ്ങനെ 10 റൗണ്ടിലാണ് കേട്ടോ ചെയ്യേണ്ടത്. ഒരു റൗണ്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫുൾ ഡബിൾ ക്രോഷ്യ ഒരു റൗണ്ട് ചെയ്യൽ കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടു. 10 റൗണ്ടിൽ ഒരു റൗണ്ട് ആട്ടാ കഴിഞ്ഞിട്ടുള്ളൂ. yarn over ചെയ്യുക, നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് ഇടുക, yarn over ചെയ്യുക, വലിച്ചെടുക്കുക, yarn over ഒരെണ്ണം കളയുക, yarn over 2 എണ്ണം കളയുക, yarn over 2 എണ്ണം കളയുക. വീണ്ടും yarn over ചെയ്യുക, നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് ഇടുക, yarn over ചെയ്യുക, yarn over ഒരെണ്ണം കളയുക, yarn over 2 എണ്ണം കളയുക, yarn over 2 എണ്ണം കളയുക. വീണ്ടും yarn over 1 നൂല് ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇട്ടു, yarn over ചെയ്ത് തിരിച്ചെടുത്തു, yarn over ഒരെണ്ണം കളഞ്ഞു, yarn over 2 എണ്ണം കളഞ്ഞു, yarn over 2 എണ്ണം കളഞ്ഞു. ഇതേപോലെ ഈ ഒരു ചെയിൻ മൊത്തം ചെയ്യാട്ടോ. അതിന് ശേഷം വീണ്ടും ഞാൻ കാണിക്കാം കേട്ടോ.